ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. കുഞ്ഞ് വീഡിയോ എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് പോലും തികച്ചില്ല കുക്കിംഗ്, അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. അതിൻ്റെ പേരെന്താണെന്നറിയോ? ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റത്തിൻ്റെ പേരാണ് ഹണി ബനാന സ്പ്ലിറ്റ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും ഒരേപോലെ പോഷകങ്ങൾ കിട്ടുന്നതുമായ ഒരു ഐറ്റമാണ് നമ്മുടെ ബനാന സ്പ്ലിറ്റ്. എല്ലാവർക്കും അറിയാവുന്ന ഐറ്റം ആയിരിക്കാം, എന്നാലും ഞാൻ എൻ്റെ ഒരു വേർഷനിൽ കാണിക്കണമെന്നേ ഉള്ളൂ. ഇതിനകത്ത് പ്രധാനമായി ഉപയോഗിക്കുന്ന നേന്ത്രപ്പഴം ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമായിട്ട് ഉപയോഗിക്കാം. ഇനി ഇത് മാത്രം കഴിച്ചാലും മതി. ഈ ഒരു ഹണി ബനാന സ്പ്ലിറ്റും അതുപോലെയുള്ള സ്പാനും ഒരു മുട്ടയും കഴിച്ചാൽ പിന്നെ വേറെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ആവശ്യവുമില്ല. കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് ക്ലാസ്സിൽ കൊടുത്തുകൊണ്ട് അടിപൊളി ഐറ്റമാണ്. ഇതിൽ ഉപയോഗിക്കുന്ന ഐറ്റംസിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് വ്യത്യാസപ്പെടുത്താം. കാരണം കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും മധുരം ഒരുപാട് കഴിക്കാതിരിക്കുന്നതല്ല എപ്പോഴും നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഞ്ചസാരയുടെയും തേനിൻ്റെയും അളവ് വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ച് ഇതുണ്ടാക്കി കൊടുത്താൽ ഏറ്റവും ബെസ്റ്റ് അത് തന്നെ പറയാം. ഇതിൽ ഉപയോഗിക്കുന്നത് നെയ്യാണ്. അപ്പോൾ നെയ്യിൻ്റെ അളവ് വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കും. ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമുക്ക് അധികം വൈകിക്കാണ്ട് ഈ വീഡിയോയിലേക്ക് ഒന്ന് കടന്നാലോ? അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സന്ധ്യാസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക്. അതായത് ഹണി ബനാന സ്പ്ലിറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ? വരും. ഈ ഒരു ഹണി ബനാന സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യം നേന്ത്രപ്പഴം തന്നെയാണ്. നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ്, ഭയങ്കര പഴുത്തമല്ല കേട്ടോ. കണ്ടല്ലോ, ഈ ഒരു അളവിൽ പഴുത്ത ഇത് നാടൻ പഴമാണ് കേട്ടോ. അതുകൊണ്ടാണ് വലിപ്പം കുറവ്. സാധനം വലിയ അല്ലാത്ത പഴമാണെങ്കിൽ ഭയങ്കര വലിപ്പമാണ്. ഇതിപ്പോൾ ചെറിയ പഴമാണ്, നാടൻ നേന്ത്രപ്പഴമാണ്. ഞാനത് 3 എടുത്തിട്ടുണ്ട്. ഈ 3 നന്നായിട്ട് തന്നെ വൃത്തിയായിട്ടൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നീറ്റാക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെ 3 നേന്ത്രപ്പഴമാണ് നമുക്ക് നമ്മുടെ ബനാന സ്പ്ലിറ്റിന് ആവശ്യം. അപ്പോൾ ഞാൻ തൊലിയൊക്കെ കളഞ്ഞു, നൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തേക്കാണ്. നേരെ ഇങ്ങനെ കീറി എടുത്താൽ മതി കത്തി കൊണ്ട്. എത്രത്തോളം ഒരുപാട് അങ്ങോട്ട് നൈസാക്കണ്ട, എന്നാലും ഒരുവിധം ഒരു പഴത്തിനെ 3 ആക്കിയൊക്കെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. നെടുകിനെ ഇങ്ങനെ കീറുക. അങ്ങനെ 3 കട്ട് ചെയ്ത് നല്ല ഭംഗിയിൽ വെച്ചേക്കുവാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ ഹണി ബനാന സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ വേണ്ടത്. ഒരു പാൻ അടുപ്പത്ത് വെച്ചു. നെയ്യാണ് ഇതിൽ ഒഴിക്കുന്നത്. നെയ്യിൻ്റെ അളവൊക്കെ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ നെയ്യൊക്കെ മാക്സിമം കുറയ്ക്കാനാണല്ലോ എപ്പോഴും നല്ലത്. അപ്പോൾ ഞാൻ വളരെ കുറച്ച് നെയ്യിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ആദ്യം ഞാൻ നെയ്യ് ഒഴിച്ചു, എന്നിട്ട് ഈ 4 പീസ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് ആവശ്യത്തിന് മാത്രം കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യമേ അവിടെ നെയ്യ് അങ്ങോട്ട് ഒരുപാട് ഒഴിക്കണ്ട. നെയ്യൊക്കെ ഈ പറഞ്ഞ പോലെ ഒരുപാട് കഴിച്ചാലും പിന്നീട് കുട്ടികൾക്കാണെങ്കിലും പിന്നീട് വലിയ പ്രശ്നവും. അപ്പോൾ ആവശ്യത്തിന് മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. ഇതങ്ങോട്ട് കരിഞ്ഞു പോകരുത്. അപ്പോൾ അതിന് ആവശ്യത്തിന് മാത്രം കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതുകൊണ്ടാണ് ഓരോ ഡ്രോപ്പായിട്ട് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇതുണ്ടാക്കുന്നത് മോക്ക് വേണ്ടിയാണ്. ഇതിനകത്ത് നെയ്യ് ഇങ്ങനെ ഒഴിച്ചിട്ട് നെയ്യിൽ നന്നായിട്ടൊന്ന് വേവണം നെയ്യിൽ കിടന്ന്. പക്ഷെ ഒരു കാരണവശാലും ഗ്യാസ് കൂട്ടി വയ്ക്കരുത്. ഏറ്റവും കുറഞ്ഞ തീ തന്നെ വെക്കാവുള്ളൂ. കാരണം അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ നെയ്യ് ഇതിനകത്ത് ഞാൻ പതുക്കെ വെന്ത് നമ്മൾ പഴം പുഴുങ്ങിയെടുക്കില്ലേ, ആ ഒരു കൺസിസ്റ്റൻസി ആവും ഇതിന്. ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഞെങ്ങി വരണം. അത്രയും പഴം പുഴുങ്ങി എങ്ങനെ ഇരിക്കും അതുപോലെ ആവും ഇത്. അപ്പം നെയ്യിൽ ചെറു തീയിൽ ഇട്ട് കഴിയുമ്പോൾ അതങ്ങനെ ആയിക്കോളും. കുറച്ച് സമയം മതി, പെട്ടെന്നാവും. എന്നിട്ട് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡും കൂടി വരും. ആ രീതിയിലാവുമ്പോഴത്തേക്കും നമുക്കത് കറക്റ്റ് ആവും. നമുക്കിതിനകത്തേക്ക് ഇനി ആഡ് ചെയ്യേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാരയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. പക്ഷെ എന്നാലും മാക്സിമം കുറച്ച് മാത്രം ഉപയോഗിക്കുക. കുട്ടികൾക്കാണെങ്കിൽ മധുരം കുറച്ച് കൊടുക്കണതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇത് ഈ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു സൈഡ് ഒന്ന് ലൈറ്റായിട്ട് മൂക്കുമ്പോൾ അപ്പുറത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. അറിയാമല്ലോ, ആ ഒരു നമ്മൾ 2 സൈഡാണെങ്കിൽ ഞെങ്ങുമ്പോൾ നല്ല പഴം പുഴുങ്ങിയ പോലെ വരണം, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ചെറിയൊരു ബ്രൗണിഷ് കളർ കൂടി അതിൻ്റെ മുകളിൽ വരണം. അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. 4 ഭാഗവും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് മൂപ്പിക്കുക. ഇനി നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പക്ഷെ അത് പറഞ്ഞ പോലെ അത്രയും തന്നെ ആഡ് ചെയ്യണമെന്നില്ല, മാക്സിമമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അനുസരിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ പറഞ്ഞാലും അത്രയും ആഡ് ചെയ്യണ്ട. 1 ടീസ്പൂൺ തന്നെ എടുത്താൽ മതി കേട്ടോ. ശരിക്കുള്ള അളവ് 1 ടേബിൾ സ്പൂണാണ് ഈ റെസിപ്പിക്ക്. പക്ഷെ അത്രയും വേണ്ട. നമ്മൾ ഇങ്ങനെ ഈ സ്പൂണിൻ്റെ ബാക്ക് ഭാഗം കൊണ്ട് കുത്തി നോക്കുമ്പോൾ അതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഞെങ്ങിയ പോലെ പോകുകയാണെങ്കിൽ അത് കറക്റ്റായി എന്നാണ്. ഒരുപാട് അങ്ങോട്ട് കട്ടി വരരുത്, കാരണം അപ്പോഴത് വെന്തിട്ടുണ്ടാവില്ല കട്ടിയാണെങ്കിൽ. ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് താഴ്ത്തിട്ട് പോകുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് വെന്തു എന്നുള്ളതാണ്. അപ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാര ഇങ്ങനെ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ 4 എണ്ണത്തിനെയും കറക്റ്റാക്കി ഒരു പഞ്ചസാര സ്പ്രെഡ് ചെയ്യുക. പഞ്ചസാരയും അറിയാനൊന്നും ചൂടടിക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഉരുകുമ്പോൾ ഈ പഴത്തിന് നല്ലൊരു ബ്രൗൺ ഷെയ്ഡില്ല, ബ്രൗൺ ആവരുത്, ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് കൂടി വരും. അപ്പോൾ പഞ്ചസാര ആഡ് ചെയ്തു.
4 സ്ലൈസിലേക്ക് ഞാൻ ചെറിയ രീതിയിലാണ് ആഡ് ചെയ്തേക്കണേ കേട്ടോ. 1 ടീസ്പൂൺ എന്നൊക്കെ പറയുമ്പോഴത്തേനും ഈ 4 പീസ് പഴത്തിന് കറക്റ്റാണ്. അതിന് കൂടുതൽ ആഡ് ചെയ്യണ്ട. പിന്നെ ഒന്ന് മെൽറ്റ് ചെയ്യുമ്പോഴത്തേനും ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കൂടി ആവും. അപ്പോൾ ഒരുപാട് നേരം പഞ്ചസാര ആഡ് ചെയ്തിട്ട് കുറേ സമയം പിന്നെ മൂപ്പിക്കരുത്. പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്യേണ്ട സമയം മാത്രം കൊടുത്താൽ മതി. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഐറ്റമാണ്. പക്ഷേ അത് കറക്റ്റായിട്ട് ഉണ്ടാക്കിയെങ്കിൽ അതിന് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. കാരണം മൂത്ത് പോകരുത്. മൂത്ത് പോയി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം വരും. കാരണം പഞ്ചസാര കാരമലൈസ് ആയി പോവും. അങ്ങനെ ആവരുത്. വളരെ നൈസായിട്ടുള്ള തിരിച്ചിടുമ്പോഴത്തേനും ലൈറ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയി കഴിഞ്ഞു. അപ്പോൾ ഈ വശത്തെ പഞ്ചസാര മെൽറ്റ് ചെയ്ത് തിരിച്ചിടുമ്പോൾ തിരിച്ചും പെട്ടെന്ന് ഉരുകും. പഞ്ചസാര ചൂടടിച്ചുകൊണ്ടിരിക്കുക, ചൂട് തട്ടാണ്. പിന്നെ ആ എണ്ണ നെയ്യിൽ കിടന്ന് അത് ഒന്ന് ആയിക്കോളും. കൂടി ഇനി വേറെ നെയ്യൊന്നും ആഡ് ചെയ്യാൻ നിൽക്കണ്ട. ഈ സമയത്ത് നമ്മൾ ശരിക്കും ആഡ് ചെയ്യേണ്ടത് ഏലക്കാപ്പൊടിയാണ്. മസ്റ്റായിട്ട് ഏലക്കാപ്പൊടി ആഡ് ചെയ്യണം. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഏലക്കാപ്പൊടി ആഡ് ചെയ്യുമ്പോൾ. ഇനി അതല്ല, ഏലക്കാപ്പൊടി ടേസ്റ്റ് ഒട്ടും ഇഷ്ടമല്ലെങ്കിൽ വാനില എസെൻസ് നമ്മൾ ഈ സമയത്ത് ആഡ് ചെയ്യണം. ഇതിലേതെങ്കിലും ഒന്ന് മസ്റ്റായിട്ട് ആഡ് ചെയ്യണം. എൻ്റെ മോക്ക് വാനില എസെൻസിൻ്റെ ടേസ്റ്റും അതുപോലെ നമ്മുടെ ഏലക്കയുടെ ടേസ്റ്റും രണ്ടും ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാനിത് ആഡ് ചെയ്യാത്തത്. പക്ഷേ ആഡ് ചെയ്താൽ ഭയങ്കര ടേസ്റ്റാണ്. ചെയ്യണം കേട്ടോ. കാരണം നമുക്ക് കഴിക്കുമ്പോഴേ, മുതിർന്നവർക്ക് കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഏലക്കയുടെ ടേസ്റ്റും. വാനില എസൻസിൻ്റെ ടേസ്റ്റ് ആണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് ചിലർക്കൊക്കെ ഇഷ്ടമാണ്. എൻ്റെ മോക്ക് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാഞ്ഞത്. വാനില എസൻസ് ആണെങ്കിൽ ഒരു 2 ഡ്രോപ്പ് ആഡ് ചെയ്താൽ മതി. ഏലക്കയാണെങ്കിൽ ഒരു പിഞ്ച് ഏലക്കാപ്പൊടി. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്യണം. അപ്പോഴാണ് ഇതിനൊരു ശരിക്കും എക്സാക്റ്റ് ടേസ്റ്റ് വരുന്നത് കേട്ടോ. ഇപ്പോൾ ദേ നന്നായിട്ടൊന്ന് ഓക്കെ ആയി. ആ പഞ്ചസാര ഒന്ന് ഉരുകി, അത്രയും മതി കേട്ടോ. പഞ്ചസാര ആഡ് ചെയ്ത ശേഷം ഒരുപാട് നേരം ഇത് ചൂടാക്കരുത്. ഒന്ന് അടുത്ത് വരേണ്ട താമസമുള്ളൂ. കാരണം അങ്ങനെ കൂടുതൽ നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി ഹാർഡാവും. അങ്ങനെ ആ വരുന്നത് പഞ്ഞി പോലെ ഇരിക്കണം അത്. അപ്പോൾ നമ്മളിത് പ്ലേറ്റിലേക്ക് മാറ്റുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 4 പീസിനെ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുന്നത് ചൂടാറാൻ വേണ്ടി ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ ചൂടൊക്കെ ഒന്ന് ആറി കണ്ടോ, നല്ല സോഫ്റ്റാണ് കേട്ടോ, പഞ്ഞി പോലെ ഇരിക്കും അത്. പഴത്തിൻ്റെ ആ വേവും എല്ലാം ഇതിന് പ്രധാനമാണ്. പഴത്തിൻ്റെ പഴുപ്പും പ്രധാനമാണ്. പച്ചപ്പഴം ഒരിക്കലും എടുക്കരുത്. നന്നായിട്ട് മൂത്ത പഴം തന്നെ എടുക്കാവുള്ളൂ. എന്നാൽ അധികം കൂടെ കുഴഞ്ഞു പോണ പഴം എടുക്കരുത്. ഞാൻ കാണിച്ചു തന്നില്ല ആണെങ്കിൽ കേട്ടോ. അപ്പം 4 നമ്മൾ യോജിച്ച് വെച്ചു. ഇനി നമുക്ക് എന്തെങ്കിലും തേനാണ് ആഡ് ചെയ്യേണ്ടത്. തേൻ എടുത്തിട്ടുണ്ട്. ഇവിടെ തേനുണ്ട് കേട്ടോ. ഞാനിവിടെ ബ്യൂട്ടി ടിപ്പിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. തേൻ ഇവിടെ സ്റ്റോക്കാണ്. പിന്നെ ഈ ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഇവിടെ. അപ്പോൾ തേൻ എടുത്തിട്ട് 1 ടീസ്പൂണൊന്നും വേണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. അതിങ്ങനെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ 4 സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ തേൻ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല കേട്ടോ. ഞാൻ പുറത്ത് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ട്. ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ കൂടി കുറുകിപ്പോവും. ഇതിപ്പോൾ അങ്ങനെയില്ല. പുറത്ത് വെച്ചേക്കുന്നതുകൊണ്ട് നമ്മൾ 1 ടീസ്പൂൺ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒഴുകി വരും. അപ്പോൾ 4 ഇതിനകത്തേക്ക് നന്നായിട്ട് ഒഴുകിയിട്ടുണ്ട് ആ തേൻ. അപ്പോൾ തേൻ 1 ടീസ്പൂൺ പോലും ആഡ് ചെയ്തിട്ടില്ല. അതിലും കുറച്ചേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാര. ഇതൊക്കെ കുറയ്ക്കുക കേട്ടോ. പഞ്ചസാര ഇത്രയും വേണ്ടെങ്കിൽ വേണ്ട. പിന്നെ ഏലക്കാപ്പൊടി ഇതിലിട്ടിട്ടില്ല. പക്ഷേ ഏലക്കാപ്പൊടി ഇടണേ. അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഏലക്കാപ്പൊടി അല്ലെങ്കിൽ വാനില എസൻസ്, ഏതെങ്കിലും ഒന്ന് കേട്ടോ. രണ്ടും വ്യത്യസ്തമായ ടേസ്റ്റാണ്. ഏലക്കാപ്പൊടി ആകുമ്പോൾ തന്നെ നാടൻ ടേസ്റ്റ് വരും. വാനില എസൻസ് ആ ഒരു ഐസ്ക്രീം ടേസ്റ്റാണ്. പ്രത്യേക ഒരു മണമാണ് കേട്ടോ വാനില എസൻസ്. ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുന്ന വാനില എസൻസ് ആണ്. എനിക്ക് കൂടുതൽ ഇഷ്ടം അതിൻ്റെ ടേസ്റ്റാണ്. ഏലക്കാപ്പൊടി നല്ലതാണ് കേട്ടോ. അപ്പോൾ അതേ നന്നായിട്ട് ആ ഒരു ചെറിയൊരു ചൂടുണ്ട് തന്നെ. ഭയങ്കരമായിട്ട് ചൂട് ആറിപ്പോയിട്ടില്ല. ആ ചെറു ചൂടിലേക്ക് തേനും എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്നറിയാം. ശരിക്കും രാവിലെ ഇതിൻ്റെയൊക്കെ അളവ് അങ്ങോട്ട് കുറച്ചാൽ മതി. പഞ്ചസാരയൊക്കെ ഒരു 1/4 സ്പൂൺ മാത്രം ആഡ് ചെയ്യുക. തേൻ ഒരു 1/2 സ്പൂൺ ആഡ് ചെയ്യാം. പഞ്ചസാരയും ഇതുപോലെ ഏലക്കാപ്പൊടിയും ഇതുണ്ട്. നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നല്ല പഞ്ഞി പോലെ വെന്ത് നല്ലൊരു പുഴുങ്ങിയ പഴത്തിൻ്റെ കൺസിസ്റ്റൻസിയാണ് ആവുന്നത്. അപ്പോൾ രാവിലെ ഞാൻ ഈ പറഞ്ഞ പോലെ അളവൊക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അടിപൊളി ഐറ്റമാണ്. തേൻ മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ. തേൻ ഇതിൻ്റെ ഹൈലൈറ്റാണ്. തേൻ ചേർത്തേ പറ്റും. അത്രയും ടേസ്റ്റാണ് തേൻ ചേർക്കുമ്പോൾ. ഇതിലെല്ലാ ഐറ്റംസും നമ്മൾ ചേർക്കണം. പിന്നെ അളവ് നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചൊക്കെ ആഡ് ചെയ്യാമെന്ന് മാത്രം. കുട്ടികൾക്ക് ടിഫിനിലൊക്കെ ആയിട്ട് സ്നാക്സൊക്കെ ആയിട്ട് കൊടുത്തു വിടാൻ ഒരു അടിപൊളി ഐറ്റം. തുടർന്ന് തേൻ നന്നായിട്ട് അതിനൊക്കെ പിടിക്കും നേന്ത്രപ്പഴത്തിലേക്ക്. എന്നിട്ട് ഇതങ്ങോട്ട് കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ 1 സ്പൂൺ കൊടുത്ത് കുട്ടികൾക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടവും. നമുക്കാണെങ്കിലും രാവിലെ ഇത് കഴിച്ചാൽ മതി. ഇതും 1 ഗ്ലാസ് പാലും 1 മുട്ടയും കൂടി കഴിച്ചാൽ വേറെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആവശ്യമില്ല. ഇത് കണ്ടോ, നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട്. ഈ വേവനെല്ലാം ആവിയിലല്ല, ആ തട്ടിൽ ചെറിയ തീയിൽ നമ്മൾ ആ നെയ്യ് ഒഴിച്ച് വെന്തേക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഐറ്റം. നല്ലൊരു ഐറ്റമാണ് കേട്ടോ. മസ്റ്റായിട്ടും എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഈ വീഡിയോ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഒരു ലൈക്കും ഷെയറും വാല്യുബിൾ കമൻസും മറക്കരുത് കേട്ടോ. നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ബൈ ബൈ ഫ്രണ്ട്സ്. സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ്. ബൈ.